അവനെത്തിരി ഓവർ സ്മാർട്ട് കളിക്കുന്നുണ്ട്. ഒന്ന് ഒതുക്കണം. ഹായ് ആര്യ. അവന്റെ കളിയുറ കൂടുന്നുണ്ടല്ലേ? കോളേജ് മൊത്തം ഇപ്പൊ അവന്റെ കൂടെയാ. പെൺകുട്ടികളുടെ ഹീറോ ഇപ്പൊ അവനല്ലേ? ഇന്ന് അണ്ണന്റെ പെണ്ണിന്റെ സൈറ്റ് അടിച്ചു. നാളെ ചിലപ്പോ ഗീത. ആ ശരിയണ്ണ, നമുക്കത് പറയാൻ പറ്റില്ല. അവന്റെ ഡയലോഗിൽ ഏത് പെണ്ണും വീഴും. അവൻ നമ്മളോട് നേരിട്ട് മുട്ടുന്നില്ല, ഡെമോൺസ്ട്രേഷൻ കാണിച്ച് വരട്ടല്ലേ? അവൻ ഭയങ്കര സൈക്കോളജിക്കലായിട്ടാ കളിക്കുന്നത്. അണ്ണ അവനെ എത്രയും പെട്ടെന്ന് ഒതുക്കണം, ഇല്ലെങ്കിൽ കോളേജിൽ നമുക്ക് തലയുർത്തി നടക്കാൻ പറ്റില്ല. എനിക്കറിയില്ല. ബോസ് ഇവിടെ. ഗീതയ്ക്ക് ഞാൻ പൂവ് കൊടുത്ത് അന്ന് കണ്ടതാ. ബോസ് എവിടെയായിരുന്നു? ഇന്നിവിടെ എന്തെങ്കിലും നടക്കും, നമുക്ക് കൊള്ളാതിരുന്നാ മതി. എന്താ ഗീത നിനക്ക് വേണോ? അല്ലടാ, ഞാൻ ആരാണെന്ന് അറിയോ നിനക്ക്? അജയ് അജയ് അജയ്. ബോസ് ബോസ് 1 മിനിറ്റ്. എന്നെ തല്ലാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനു മുമ്പ് ഒരു ചോദ്യം, ഗീത നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? ഓക്കെ, നിങ്ങളെ ഗീത സ്നേഹിക്കുന്നുണ്ടോ? പിന്നെ ചോദിക്കുന്നില്ലേ ഇവൻ? അന്ന് ബിൽഡിങ്ങിന്റെ മുകളിൽ ചാടാൻ പോയപ്പോ ഗീത പറഞ്ഞ നീ കേട്ടില്ലേ? മനസ്സിലായി. മാറ്റർ ഓവർ, മാറ്റർ ഓവർ, മാറ്റർ ഓവർ. എവിടെ പോകുന്നുണ്ടോ? രണ്ടിലൊന്നും അറിഞ്ഞിട്ട് പോയാൽ മതി. എന്താ നീ വലിയ ആളാവുക? ഞാനോ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുത്. ഈ കോളേജിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നീ ഗീതയെ കാണാനോ സംസാരിക്കാനോ പാടില്ല. നിനക്ക് മനസ്സിലായടാ? ഞാൻ ഗീതയെ സ്നേഹിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താ ടെൻഷൻ? ഇതെന്റെ പേഴ്സണൽ മാറ്റർ. ഓ, അവൾ എന്നെ പ്രേമിക്കുന്നുള്ള പേടിയാ? എന്താ നിങ്ങളുടെ ലവ് അത്രയ്ക്ക് വീക്കാ? നിങ്ങളുടെ സ്നേഹത്തിൽ നിങ്ങൾക്ക് പോലും വിശ്വാസമില്ലേ? ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇപ്പൊ തന്നെ പിന്മാറിയേക്കാം. നോക്ക് ബോസ്, നിങ്ങളുടെ സ്നേഹം സ്ട്രോങ് ആണെങ്കിൽ എന്നെ പോലെ ആരൊക്കെ വിചാരിച്ചാൽ അത് വേർപെടുത്താനാവില്ല. ഒരുപക്ഷെ ആ പെൺകുട്ടി എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ലവ് സ്ട്രോങ് അല്ല. സ്ട്രോങ് അല്ലാത്ത പ്രേമത്തെ പ്രേമോന്ന് വിളിക്കാനാവില്ലല്ലോ ബോസ്. എന്തിനാ ജയ് ഈ ബാറ്റ്? ചില റൗഡികളെ പോലെ എന്നെ തല്ലാനാ? നോക്ക് ബോസ്, എന്റെ ദേഹത്ത് ഒരു അടിയെങ്കിലും കൊണ്ടാൽ നിന്റെ സ്നേഹത്തിൽ നിനക്ക് വിശ്വാസമില്ലെന്ന് അർത്ഥം. ഇനി വേണേ തല്ലിക്കോ, ഞാൻ തിരിച്ചടിക്കില്ല. എന്താടാ വിശ്വാസമില്ല നോക്കുന്നത്? നടക്കത്തില്ല. നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അണ്ണന്റെ ലവിൽ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടാ. നിന്റെ സ്നേഹത്തിൽ നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും നീ അത് അക്സെപ്റ്റ് ചെയ്യും. ചിലക്കാതാ അണ്ണ ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട. അണ്ണന്റെ റേഞ്ച് അറിയാലോ, കിങ് ഓഫ് ദി കോളേജ്. യവനോ എവിടെന്നോ വന്ന പീറ ചെറുക്കൻ. വാണ്ട, നമുക്ക് പോവാ. ഇതൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാന്നുള്ള കേസുള്ളൂ. വാ, ചീള് കേസ്. വാണ്ട. ലൈബ്രറിയിലേക്കാണോ? ഞങ്ങൾ അങ്ങനെ പലർത്തും പോകും. നിനക്കെന്നടേ? ഗീതയെ കണ്ട ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്ക്. വേണ്ട വേണ്ട, അണ്ണ ഇടപെടണ്ട. അണ്ണ നടന്നോ, ഞാൻ നോക്കിക്കോളാം അവനെ. നിന്നെ വെല്ലുവിളിക്കുക. അണ്ണന്റെ ലവില് നിനക്ക് തൊടാൻ പോലും പറ്റില്ലടാ. നടക്കുന്നു. ആരാടി? ബോയ്ഫ്രണ്ടാ? അമ്മ. ആ പറ അമ്മ. ഒന്നുമില്ല, ചെറിയൊരു പനി. കണ്ടു, ടാബ്ലറ്റ്സ് ഒക്കെ തന്നു. കഴിക്കുന്നുണ്ടമ്മേ?
പറ്റില്ല, എനിക്ക് എക്സാം ഉണ്ട്. പേടിക്കണ്ട ആന്റി, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? ആ ഓക്കെ, ബൈ ബൈ. വാ വല്ലതും കഴിക്കാം. ഈ സമയത്ത് തീറ്റയാണോടാ? ഇച്ചിരി താടാ. ഹലോ. ആ ഇതാ വരുന്നു. ഡാ, ഗീതയ്ക്ക് സുഖമില്ലെന്ന് ഒരു ഫ്രണ്ടാ വിളിച്ചത്. ഞാൻ ഹോസ്റ്റലിലേക്ക് പോവാ. ഓക്കെ. എവിടേക്കാ ബോസ്? ഹോസ്റ്റലിലേക്കാ? ഞാനും വരുന്നുണ്ട്. 2 ദിവസമായി ഗീതയ്ക്ക് പനിയാണെന്ന് അറിഞ്ഞില്ലേ? ആ വണ്ടി വിട്, പോ, എടുത്തോ. എന്താ ബോസ് പറഞ്ഞ വിശ്വാസമായില്ലേ? അണ്ണ ധൈര്യമായിട്ട് പൊയ്ക്കോ, നമ്മൾ തന്നെ ജയിക്കും. ബൈ ബൈ ബൈ. താങ്ക്സ് ബോസ്. ഗീതയെ കാണാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വിഷമിച്ചിരിക്കുമ്പോഴാ ഭാഗ്യത്തിന് ബോസ് ലിഫ്റ്റ് വന്നത്. എന്തിനാ ബോസ് ഇവിടെ നിർത്തിയത്? ഓ, ഫ്രൂട്ട്സ് വാങ്ങിക്കാനാ? ബോസ്, നമുക്ക് ഇത്ര ഫോർമാലിറ്റീസ് വേണോ? ഓ, ഫ്രൂട്ട്സ് വാങ്ങിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ ഗീതയുടെ സ്നേഹം കിട്ടിയില്ലെങ്കിലോ? ഓക്കെ. ഇനി അങ്ങനെ പ്രോബ്ലം വേണ്ട. ഫ്രൂട്ട്സ് ഏട്ടാ 2 കിലോ ആപ്പിൾ പാക്ക് ചെയ്തോ? അതിന്റെ ആവശ്യമില്ല. ക്യാൻസൽ. ഏയ് ഗീത, നിന്റെ ലവേഴ്സ് വന്നിടേ. Come on. No. അയ്യോ. ഇനി ഒന്നുകൂടി. Come on. ഇനി ആരാ? വാ. ഹായ് അജയ്. ഹായ് ഗീത, ഇപ്പൊ എങ്ങനെയുണ്ട്? പനി കുറഞ്ഞോ? മെഡിസിൻ സമയത്ത് കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? 2-3 ദിവസം റെസ്റ്റ് ചെയ്യണം. ക്ലാസ് മിസ്സാവുന്നതിൽ വിഷമിക്കേ വേണ്ട. നോട്ട്സ് എല്ലാം ഞാൻ എഴുതരാം. എന്തിനാ നിക്കുന്നേ? വാ, ഇങ്ങോട്ടിരിക്കേ. കുറച്ച് ഓവറായി പോയില്ലേ? കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്. ഭാവം കണ്ട വലിയ ലവേഴ്സ് എന്നാ. കയ്യും വീശി വന്നിരിക്കുന്നു. കാശൊന്നും ഇല്ലായിരുന്നോ കയ്യില്? കുറച്ച് ഫ്രൂട്ട്സ് എങ്കിലും വാങ്ങിക്കൊണ്ടുവരാൻ തോന്നിയില്ലല്ലോ. ഞാൻ കൊണ്ടുവന്നുണ്ട് ശാന്തി. ടാബ്ലറ്റ്സ് മോർണിംഗ് ഈവനിംഗ്. ടോണിക് ഡെയിലി 2 times. കോമ്പറ്റീഷൻ ബോസ്, കോമ്പറ്റീഷൻ. നീ എന്നെ ചീറ്റ് ചെയ്തു അല്ലേ? ഞാൻ ചീറ്റ് ചെയ്തില്ല ബോസ്. നീ ഒന്നും വാങ്ങാതെ എന്റെ കുഴപ്പം കൊണ്ടാണോ? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ആപ്പിൾ വാങ്ങാൻ. എന്റെ ബോസ്, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തരണോ? കമോൺ ഗേൾസ്, എല്ലാവരും വരൂ. അവർ സ്വസ്ഥമായി സംസാരിക്കട്ടെ. അജയ് ഗീതയോട് സംസാരിച്ചോളൂ, ഞങ്ങൾ അപ്പുറത്ത് തന്നെ ഉണ്ടാവും. ഓക്കെ, കമോൺ ഗേൾസ്, വരൂ. നോക്കിക്കല്ലേ, വാ. ഏയ്, നീ എങ്ങോട്ടാ? ഈ ഫ്രൂട്ട്സ് കണ്ടില്ലേ? എടുത്തോണ്ട് ഗീതയുടെ മുറിയിൽ വെക്കേ. അവൻ എന്താ വിചാരിച്ചേ? എന്നെ തോൽപ്പിച്ചു കളയാന്നോ? ഒക്കെ നീ കാരണം. ആദ്യമേ വാൺ ചേരുന്നെങ്കിൽ ഇത്രയ്ക്ക് വരുമായിരുന്നോ? ഇപ്പൊ തന്നെ അവൻ ചാടി വണ്ടി കയറി. എതിർത്താ പറയും വിശ്വാസം ഇല്ലായ്മയെന്ന്. ഭ്രാന്ത് പിടിച്ചിരിക്കുക. എത്ര പ്രാവശ്യം പറഞ്ഞു അവൻ അകറ്റി നിർത്തണമെന്ന്? നിനക്ക് എന്തിനാ അവന്റെ ഫ്രണ്ട്ഷിപ്പ്? ഓൾറെഡി ഐ ടോൾഡ് യു. ഒരുപാട് തവണ നിന്നോട് പറഞ്ഞതാ. അവനെ കൊണ്ട് എനിക്ക് തീരെ സ്വസ്ഥത ഇല്ലാതിരിക്കുക. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ വൈകിട്ടല്ല. ഞാൻ വീണ്ടും പറയുക, ഇതൊന്നും മേലിൽ ആവർത്തിക്കരുത്. വെറുതെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യിക്കല്ലേ. ഇത്തവണ ഞാൻ കൂടുതൽ സിൻസിയറാ. ഈ 3 കളിൽ ഏതെങ്കിലും ഒന്നാ കപ്പിൽ വീണ എന്റെ ലവ് സക്സസ്, ഇല്ലെങ്കിൽ ഫെയിൽ. ഓക്കെ? ഒരു സെക്കൻഡ് ആര്യ, എന്താടാ? ഈ പ്രേമം സക്സസ് ആക്കണേ ഈശ്വര. ജസ്റ്റ് മിസ്ഡ്. ആര്യ, വഴിയുണ്ട്. എന്ത്? കപ്പിൽ കല്ല് വീണില്ലെങ്കിൽ പ്രേമം സക്സസ് എന്ന് വിചാരിച്ചോണ്ടൊന്ന് ഇട്ട് നോക്ക്. ഈ ഐഡിയ നേരത്തെ പറയാൻ എന്താ? ഓക്കെ, പ്രൊസീഡ്. അയ്യോ, ഞാനൊന്നും ചെയ്തിട്ടില്ല. അയ്യോ, ആര്യ. അവനൊരു ഐഡിയ. കഷ്ടമുണ്ടാര്യ. കപ്പി നോക്കി എറിഞ്ഞപ്പോ കല്ല് താഴെ വീണു, താഴെ നോക്കി എറിഞ്ഞപ്പോ കല്ല് കപ്പി വീണു. ഇതൊന്നും എന്റെ കുഴപ്പം കൊണ്ടല്ലോ. നിനക്കൊരു കാര്യം അറിയോ? എന്താ? ഞാൻ അപ്പൊ ആലോചിച്ചത് നിന്റെ പ്രേമത്തെ കുറിച്ചായിരുന്നു. അത് ചീറ്റി മോനെ. അയ്യോ,
എന്റെ ഈശ്വരാ, ചക്കിന് വെച്ചത് കുക്കിന് കൊണ്ടല്ലോ. ആ ആര്യ കാരണം നമുക്കൊന്ന് സംസാരിക്കാൻ കൂടി കഴിയുന്നില്ല. നീയാണെങ്കിൽ ലൈബ്രറിയും ക്ലാസ് എന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കുന്ന പോലെ. അതുകൊണ്ടാണ് ഞാൻ പാർക്കി വരാൻ പറഞ്ഞത്. ഇവിടെ ആകുമ്പോൾ ആരും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യില്ലല്ലോ. കറക്റ്റാ ബോസ്, ഇവിടെ ആവുമ്പോ നമ്മളെ ആരും ഡിസ്റ്റർബ് ചെയ്യില്ല. ദാ പിടി. പിടിക്കേ. ഏയ് ഏയ്, എന്താടാ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്നു? ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല ബോസ്. ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ പിന്നെ എന്താ ഇത്? നോക്ക് ബോസ്, പ്രേമം സത്യമാണെങ്കിൽ ആരും ഡിസ്റ്റർബ് ചെയ്യില്ല. ഡിസ്റ്റർബ് ചെയ്താൽ അത് നശിക്കാനും പോകുന്നില്ല. പ്രേമം ഒരു മഹാകാവ്യമാണ്. ഈ പ്രപഞ്ചം നമുക്കായി നൽകിയ ദിവ്യ വികാരം. പ്രേമിക്കുന്നവർ സ്വയം മറക്കണം. ഈ പ്രപഞ്ചം തന്നെ മറന്നുകൊണ്ട് പ്രേമിക്കണം. അയ്യോ, നിങ്ങൾക്ക് പ്രേമിക്കാനേ അറിയില്ല. കമോൺ ഇവിടെ ചേർന്നിരിക്കെ. രണ്ടുപേരും പരസ്പരം കണ്ണിൽ നോക്കിയിരിക്കണം. കോൺസെൻട്രേറ്റ്. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഒന്നും നിങ്ങൾ അറിയുന്നേയില്ല. കാറ്റിന്റെ ശബ്ദവും ഈ പുഴയുടെ ഓളവും ആ ഫ്ലൈറ്റിന്റെ സൗണ്ട് പോലും അറിയുന്നില്ല. ഇപ്പൊ നിങ്ങൾ പ്രേമിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ ലോകത്ത് തന്നെ ഇല്ല. ഇവരോടെ പോയി